ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള സമയത്ത് നമുക്ക് അതേ സമയത്ത് ഡിപ്രഷനും ആങ്സൈറ്റി ഒന്നും സംഭവിക്കാൻ പറ്റില്ല. ലൈക്ക് ജസ്റ്റ് ട്രൈ ഡൂയിങ് സംതിങ്. ലിഫ്റ്റ് യുവർ ഐബ്രോസ് അപ്പ് ആൻഡ് ജസ്റ്റ് സ്മൈൽ. ഫേക്കായിട്ട് ചെയ്താൽ മതി. ലിഫ്റ്റ് ആൻഡ് സ്മൈൽ. എന്നിട്ട് ഒന്ന് നോക്കി ഹൗ ഡു യു ഫീൽ നോ. അത് നിർത്തിയിട്ട് കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ അതോ വേഴ്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ല, ബെറ്റർ അല്ലേ? അത്രേ ഉള്ളൂ. നമ്മുടെ മസിൽസ്, ബിക്കോസ് ആർ മസിൽസ് തിങ്ക് വി ആർ ഹാപ്പി വെൻ വി ഡു ദാറ്റ്. ഐബ്രോസ് റേസ് ആയി ഇങ്ങനെ ഒരു ചിരി വന്ന ഉടനെ നമ്മുടെ ബ്രെയിൻ അത് റീഡ് ചെയ്യുന്നത് വീണ ഈസ് ഹാപ്പി. ഓക്കെ. സോ ഇഫ് യു ജസ്റ്റ് ഡൂ ദാറ്റ് ഓൾസോ യു ക്യാൻ ചേഞ്ച് യുവർ ബ്രെയിൻസ് പ്രോഗ്രാമിങ്. എപ്പോഴും ഈ മുഖം ഇങ്ങനെ പിടിക്കുന്ന ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ? ആ ഫേഷ്യൽ എക്സ്പ്രഷൻ ദ ബ്രെയിൻ ഇസ് റീഡിങ് ഇറ്റ് ആസ് സാഡ്നെസ്. ഓക്കെ ഓക്കെ. ഇഫ് യു ചേഞ്ച് യുവർ എക്സ്പ്രഷൻ, ഇപ്പോൾ നമ്മൾ എണീറ്റ് നിന്ന് 2 ഇടുപ്പിൽ കൈ കൊടുത്ത് നിന്നാൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ധൈര്യവും കോൺഫിഡൻസും വരും. നമ്മൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിലിരിക്കുമ്പോൾ നമുക്ക് ഒട്ടും കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നില്ല. വെറുതെ മാറി നിന്ന് പോയി ഇടുപ്പിൽ കൈ വെച്ച് നിന്നാൽ ബ്രെയിൻ തിങ്ക് ചെയ്യുന്നത് ഐ എം ഫീലിംഗ് കോൺഫിഡൻറ്റ്. സോ യു ക്യാൻ റീറൈറ്റ് യുവർ ബ്രെയിൻ. അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് എ റീറൈറ്റിംഗ് പ്രോസസ്സ്. അതും നമ്മുടെ ജീവിതത്തിനെ കാണുന്ന രീതി മാറും. നമ്മൾ ഗ്രേറ്റ്ഫുള്ളായി തുടങ്ങും. പല സമയത്തും നമുക്ക് നന്ദിയില്ല. നമുക്ക് നന്ദിയില്ലായ്മ കാണുമ്പോൾ നമുക്കൊരു സങ്കടമില്ലേ? നമ്മൾ ആർക്കോ എന്തോ ചെയ്തു കൊടുത്തു, അവരെ ടേക്കൺ ഫോർ ഗ്രാൻഡ്, ശരി എന്ന് പറഞ്ഞാൽ അവർ പോയെങ്കിൽ, ഇൻസ്റ്റഡ് ഒരാൾ നമ്മളോട് താങ്ക്സ് ഫോർ ഡൂയിങ് ദിസ് ഓർ താങ്ക്സ് ഫോർ വെയിറ്റിംഗ് ഫോർ മീ ഓർ ഒരു താങ്ക്സ് വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു സംഭവമില്ലേ? ഇഫ് വി സ്റ്റാർട്ട് ഡൂയിങ് ദാറ്റ് റെഗുലർലി ഇൻ ലൈഫ് വി വിൽ ഗെറ്റ് മോർ ഓഫ് ഇറ്റ് ഇൻ ലൈഫ് ആൻഡ് ഇറ്റ്സ് എ ഫീൽ ഗുഡ് ഫാക്ടർ. ഓക്കെ. സാധാരണ ഇവിടെ ഒരു ചെറിയ റിയലൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ കേരളത്തിലെ പെണ്ണുങ്ങൾ, ഇന്ത്യയിലെ മുഴുവൻ പെണ്ണുങ്ങളെക്കുറിച്ച് പറയാൻ എനിക്കറിയില്ല, കേരളത്തിലെ അകത്ത് എനിക്കറിയാവുന്ന കുറച്ച് പെണ്ണുങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്, എന്തെങ്കിലും ഒരു റിയലൈസേഷൻ വന്നിട്ട് അവർ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സോപ്പിടും, പിന്നെ നമ്മൾ ബലം പിടിക്കും, പിന്നെ നമ്മൾ ഭീഷണിപ്പെടുത്തും എന്ന് അവസാന സൈക്കാട്രിക് വാർഡിൽ അടിയുന്ന ഒരു വഴിയുണ്ട്. അല്ലെങ്കിൽ സെക്കൻഡ് ഒരേ ഒരു വഴിയേ ഉള്ളൂ. നമ്മൾ വരത്തില്ലേ, നല്ലത് അല്ലെങ്കിൽ ചീത്ത, ഗുഡ് ഓർ ബാഡ് എന്നൊക്കെ പറയുന്ന പോലെ ആ വഴി കഴിഞ്ഞ് സെക്കൻഡ് വഴിയാണ് ഇതായിരിക്കുന്നത് എൻ്റെ മുമ്പിൽ. കാരണം വെച്ചാൽ അത് എല്ലാം തരണം ചെയ്തിട്ട് ആ ഒരു ലൈഫിനെ കുറിച്ച് നമ്മൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നത്. ഇപ്പോൾ തന്നെ പറഞ്ഞ് എനിക്കത് എവിഡൻസ് കാണിച്ചു തന്നു, ജസ്റ്റ് എന്നോട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു എന്നുള്ളത് അത് വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും ഇമ്മീഡിയറ്റ്ലി ചെയ്ത് നോക്കാവുന്നതാണ്. കുറച്ച് നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്താൽ മതി, നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി പ്ലസൻ്റ് ആവും. ബിക്കോസ് നമ്മൾ അറിയാതെ നമ്മൾ ഫ്രൗൺ ചെയ്യും ടെൻഷനാകുമ്പോൾ. നമ്മൾ ആ ഫ്രൗൺ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ആ ടെൻഷൻ മാറും. സോ എവറിത്തിങ് ഈസ് സൈക്കോസൊമാറ്റിക് ആൻഡ് സൊമാറ്റോസൈക്കിക് എന്ന് പറയും. സോ സൊമാറ്റോസൈക്കിക് എന്ന് പറയുന്നത് ബോഡി ചേഞ്ചസ് ദ മൈൻഡ് ആൻഡ് സൈക്കോസൊമാറ്റിക് മീൻസ് മൈൻഡ് ചേഞ്ചസ് ദ ബോഡി. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കതിനെ അപ്ലൈ ചെയ്യാം.